ആലപ്പുഴ ചെന്നിത്തല കാരാഴ്മയിൽ വീട് കയറി 5 പേരെ വെട്ടി. 2 പേരുടെ നില ഗുരുതരമാണ്. കാരാഴ്മ സ്വദേശി റാഷുദ്ദീനും കുടുംബത്തിനുമാണ് വെട്ടേറ്റത്. റാഷുദ്ദീന്റെ മകൾ സജിന വിവാഹാലോചന നിരസിച്ചതിനെ തുടർന്നുണ്ടായ പകയാണ് ആക്രമണത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നു. പ്രതി കാരാഴ്മ സ്വദേശി രഞ്ജിത്ത് രാജേന്ദ്രനെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. വാതിലിൽ ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് തിരിയുന്നത് കണ്ടേച്ചാൽ ഞങ്ങൾ അങ്ങോട്ട് തിരിയുന്നത്. അലർച്ച കേട്ടോണ്ട് ഇറങ്ങി ഞാനൊരു പട്ടിയായിരിക്കും ഇതിൻ്റെ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് അവനെ സത്യത്തിൽ അന്നേരം അടുത്ത് ഞാൻ കാണുന്നില്ല. പക്ഷെ വെട്ടത്തിൽ കൊണ്ടവൻ ദൂരെ നിൽക്കുന്നുണ്ട്. അപ്പോഴേ വെട്ടിയാവില്ല. തലയ്ക്ക് വെട്ടാൻ വന്ന വെട്ടിൻ്റെ ഈ കൈ കൊണ്ട് കളഞ്ഞതാണെന്ന് അറിയത്തില്ല. ആദ്യം കയ്യെ വെട്ടി. ഞാനത് കണ്ടോണ്ടായി ഓടിച്ചിരുന്നു. അപ്പോഴത്തേക്കും തല വെട്ടാൻ വന്നപ്പോഴത്തേക്കും ഞാൻ കൈ കൊണ്ട് കറുത്ത് പിടിച്ചതിൽ വെട്ടോത്തും വീശി ഞാൻ ഇങ്ങനെ ഇവിടെ കൊണ്ടുപോയി. പിന്നെ അച്ഛൻ്റെ പിടിക്കാൻ വേണ്ടി കുത്തിയിട്ട് ഇങ്ങനെ പിടിച്ചു അളിച്ചാറ താടിയും കഴുത്തും കൂടെ അവിടെ ഇട്ട് കുത്തിയിട്ട് മരിച്ചു. അദ്ദേഹത്തിന് സ്റ്റിച്ച് ഷൈജു വിവരങ്ങൾ നൽകും. ഷൈജു, വലിയൊരു ആക്രമണമാണ് നടന്നിരിക്കുന്നത്. എന്താണ് ഉണ്ടായത്? എപ്പോഴായിരുന്നു ഈ സംഭവം? ആദ്യം അറിയേണ്ടത് ഈ പരിക്കേറ്റ ആളുകളുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചാണ്. രേഷ്മ, ഇന്നലെ രാത്രി 10 മണിയോടെയാണ് ഈ വെട്ടുകത്തിയുമായി വന്ന പ്രതി വീടിന് മുന്നിൽ നിൽക്കുകയായിരുന്ന സജിനയെ ആദ്യം വെട്ടുകത്തി ഉപയോഗിച്ച് വെട്ടി. അതിനുശേഷം നിലവിളി കേട്ട ഓടിയെത്തുകയായിരുന്നു സഹോദരനെയും വെട്ടി പരിക്കേൽപ്പിച്ചു. ബഹളം കെട്ടെത്തിയ റാഷുദ്ദീനും ബിനുവും പ്രതിയുടെ കയ്യിൽ നിന്ന് വെട്ടുകത്തി പിടിച്ചു മേടിക്കുകയും ഈ സമയം പ്രതിയുടെ കയ്യിൽ കരുതിയിരുന്ന പേപ്പർ ഇരുവരെയും തടസ്സം നിന്ന നിർമ്മലയും മാരകമായി വെട്ടി പരിക്കേൽപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. കുവൈറ്റിൽ നഴ്സായ സജിനയെ ഭർത്താവിന്റെ മരണശേഷം പ്രതി രഞ്ജിത്ത് വിവാഹം ആലോചിച്ചിരുന്നു. എന്നാൽ പിന്നീട് പ്രതിയുടെ ഈ സ്വഭാവ ദൂഷ്യം മനസ്സിലാക്കി സജിന വിവാഹത്തിൽ നിന്നും പിന്മാറിയ പകയാണ് ഈ ആക്രമണത്തിന് കാരണം എന്നാണ് പോലീസ് പറയുന്ന പ്രധാന കാര്യം. സജിന വിദേശത്ത് നിന്നും നാട്ടിലെത്തിയ വിവരം അറിഞ്ഞ് പ്രതി ആയുധങ്ങളുമായി സജിനയുടെ വീട്ടിലേക്ക് എത്തി ആക്രമണം നടത്തുകയായിരുന്നു എന്നാണ് പോലീസ് കരുതുന്നത്. ഓടിക്കൂടിയ നാട്ടുകാരാണ് പ്രതിയെ തടഞ്ഞു വെച്ച് മാന്നാർ പോലീസിൽ വിവരമറിയിക്കുകയും പോലീസ് എത്തി ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന റാഷുദ്ദീനും മകൾ സജിനയും നേരിയ പരിക്ക് രൂക്ഷമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരുടെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് ഉള്ള വിദഗ്ധമായ ഒരു പരിശോധനയിലാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ പരിക്കേറ്റ നിർമ്മല, സുജിത്ത്, ബിനു എന്നിവരെ മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 2 പേരുടെ നിലയാണ് ഗുരുതരം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രേഷ്മ, ശരി. ഷൈജുവാണ് വിവരങ്ങൾ നൽകിയത്.